Language Center. In this video, I am planning to speak about two things. രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഫോർമൽ ആൻഡ് ഇൻഫോർമൽ രജിസ്റ്റർ. രണ്ട് ലിറ്ററൽ ആൻഡ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. നമ്മൾ ഇംഗ്ലീഷ് ആസ് സെക്കൻഡ് ലാംഗ്വേജ് ലേണേഴ്സാണ് അല്ലേ? ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ആ ഭാഷ എവിടെ ഉപയോഗിക്കണമെന്ന് കൂടി പഠിക്കണം. എങ്ങനെ ഉപയോഗിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോണ്ട് തിങ്ക് good grammar, good pronunciation, these things are enough to learn a language. ഭാഷയുടെ റിസോഴ്സസ് നമ്മൾ പഠിക്കണം, അത് ദാറ്റ്സ് ഓക്കെ ഫൈൻ. പക്ഷേ അങ്ങനെ പഠിക്കുമ്പോൾ അത് എവിടേക്ക് ഉപയോഗിക്കണം എന്നുള്ളത് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ. എന്താ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു കണ്ണ് എന്നുള്ള വാക്ക്, കണ്ണിനെ നമ്മൾ പര്യായം പഠിച്ചിട്ടുണ്ടല്ലേ, അക്ഷി എന്നൊരു വേറൊരു വാക്കുണ്ട്. അതുപോലെ തന്നെയാണ് അമ്മ, അമ്മയ്ക്ക് മാതാവ്, ജനനി, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ദിവസം നമ്മുടെ അമ്മയോട് ചെന്നിട്ട് ജനനി എൻ്റെ അക്ഷിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അല്ലേ? പിടിച്ചുകൊണ്ട് പോവുമോ അവർ നമ്മളെ? അല്ലെങ്കിൽ ഓർക്കും ഇതിപ്പോൾ ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇതിപ്പോൾ എന്ത് പറ്റി? കാരണം എന്താണ്? വൺ വേർഡ് ഇൻ വൺ കോണ്ടെക്സ്റ്റ് that may be fit, but the same word in another meaning, in another context, that may be quite unfit. Sometimes it may be awkward. Okay, അപ്പോൾ ഫോർമൽ ഇൻഫോർമൽ രജിസ്റ്ററിനെ തരംതിരിച്ച് തന്നെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. വേറൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയി നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചു, അവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ വെള്ളം കുടിച്ചു. നമ്മളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്, ഇതെന്തോ വാട്ട വെള്ളം നമുക്ക് പറയാം അല്ലേ? അതൊരു ഫ്രണ്ടാണ്. നമ്മൾ ഇപ്പോൾ അങ്ങനെ വെള്ളം ചീത്തയാതിനെ പറ്റിയിട്ട് നമ്മളൊരു കേസൊക്കെ കൊടുത്തു, ഒരു റിപ്പോർട്ട് ഒരു ലാബിൽ നിന്ന് അതിൻ്റെ ഒരു ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അതിൽ ഫൗൾ ടേസ്റ്റി, ഈ വാട്ട ചൊവ്വയുള്ള വെള്ളമായിരുന്നു അങ്ങനെയല്ല എഴുതുക. മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് അതിന് എന്താ പറയുക, അതിൻ്റെ ആ കോണ്ടെക്സ്റ്റിന് യോജിച്ച ഒരു വൊക്കാബുലറിയിലായിരിക്കും. ലൈക്ക് ഇറ്റ് വാസ് പൊല്യൂട്ടഡ്, അങ്ങനെ കുറച്ച് എന്താ പറയുക, നല്ല ഫോർമൽ വൊക്കാബുലറിയിലായിരിക്കും അത് വരിക. ഓക്കെ, നാക്ക് സ്ലിപ്പായിപ്പോയി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഫോർമൽ ഇൻഫോർമൽ കോണ്ടെക്സ്റ്റ് എന്താണ്? അപ്പോൾ ഈ രജിസ്റ്റർ എന്ന് കിട്ടിയോ? രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് വേരിയൻ്റ് ആണ്. ബേസ്ഡ് ഓൺ ഒക്കേഷൻ, കോണ്ടെക്സ്റ്റ്, പർപ്പസ്, ഓഡിയൻസ്, ഇവരിലൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെയാണ് ആ ഭാഷാഭേദം, ലാംഗ്വേജ് വേരിയൻ്റ് ആണ് അല്ലേ? ഇപ്പം ഭാഷയിൽ അങ്ങനെ ഉണ്ട്, സംസാരത്തിലുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല തൃശ്ശൂരിലുള്ള ഒരാൾക്കാർ സംസാരിക്കുക, അതുപോലെയല്ല കണ്ണൂരിലുള്ള ആൾക്കാർ സംസാരിക്കുക, ഇതുപോലെ ഒന്നുമല്ല കാസർഗോഡുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. അതൊക്കെ അത് ഭാഷയുടെ ആ വ്യതിയാനത്തിനെ നമ്മൾ ഡയലക്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ, ഡയലക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഭാഷ. അപ്പോൾ ഈ ഭാഷയുടെ ആ ഒരു തലം ഉൾക്കൊണ്ട്, ആ ഒരു ജീവൻ ഉൾക്കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് സംസാരത്തിലാണെങ്കിലും ഒരു ഇൻഫോർമൽ റൈറ്റിങ്ങും ഫോർമൽ റൈറ്റിങ്ങിലാണെങ്കിലും ഒക്കെ തരം തിരിച്ച് തന്നെ നമ്മളതിനെ പഠിക്കണം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുന്ന ആളുകൾക്ക് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. കാരണം അവരുടെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റൈറ്റിംഗ് സ്കില്ലിനെ അസസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ ചോദ്യങ്ങൾ. മനസ്സിലാവും. അപ്പോൾ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ പിന്നെ ലെറ്റ് എന്നുള്ളൊരു വാക്കുണ്ട്, ലെറ്റ് മീ ഗോ എന്ന് പറയുന്നുണ്ട്. ഞാൻ പോട്ടെ, നമ്മൾ വിട്ടേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ? ലെറ്റ് മീ ഗോ, ഞാനങ്ങ് പോവാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ലെറ്റിൻ്റെ ഒരു ഫോർമൽ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ നമ്മൾ പെർമിറ്റ് എന്ന് പറയും, അനുവദിക്കുക എന്നാണ് രണ്ടിൻ്റെ അർത്ഥം.
പക്ഷെ അത് ഉപയോഗിക്കുന്നിടത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണത്. ഓക്കെ, അപ്പോൾ ഈ ഭാഷാശേഷി നമ്മുടെ ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും ഇതിനെ രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇതുപോലെ തന്നെ വേറൊരു സംഭവം ഉള്ളതാണ് ഇത്, ഈ ലിറ്ററൽ ആൻഡ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. എന്താണ് ലിറ്ററൽ ലാംഗ്വേജ്? ഒരു കാര്യത്തെ അതേപോലെ തന്നെ ആ വേർഡ് അതിനെ തന്നെ ആ ഒരു പർട്ടിക്കുലർ സാധനം തന്നെ മീൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ആന എന്ന് പറയുന്നുണ്ട് അല്ലേ? ആന എന്ന് പറഞ്ഞാൽ എന്താണ്? ആന തന്നെയായിട്ട് കണക്കൂട്ടുന്നതാണ്. അതായത് എന്താണ് പറയുക, 4 കാലും വാലും തുമ്പിക്കയും ഒക്കെയുള്ള ആന. ഓക്കെ, വേറൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുകയാണ്, വീട്ടിൽ ഇന്നലെ ഒരു വാഴക്കൊല വെട്ടി, ആന പോലെ ഒരു കൊലയായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ആ കൊല നല്ല ബിഗ് സൈസ് ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. ഈ ആദ്യം പറഞ്ഞ ആനയാണെന്നത് ലിറ്ററൽ ആയി. നമ്മൾ ഒരു ദിവസത്തെ പോകുന്നു, ആനയെ കാണുന്നു, ആനയാണ്. കുതിരയാണ്. കുതിര എന്ന് പറഞ്ഞാൽ കുതിരയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു ഇത് പറയാം, ഹോൾഡ് യുവർ ഹോഴ്സ്. ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യം അടക്കി വയ്ക്കുന്നത്, ഇതിൻ്റെ ദേഷ്യം അടക്കി വയ്ക്കുക എന്ന് പറയുന്നത് ഹോൾഡ് യുവർ ഹോഴ്സ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഓടിപ്പോയി നിന്റെ കുതിരനെ പിടിച്ചു കെട്ടാനാണോ? അല്ല. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? അപ്പോൾ ഭാഷയുടെ ഒരു ചൈതന്യം ഇതിലാണ്. ഈ പറഞ്ഞ പോലെ ഫോർമൽ കോണ്ടെക്സ്റ്റും ഇൻഫോർമൽ കോണ്ടെക്സ്റ്റും മനസ്സിലാക്കി, പിന്നെ ഈ പറഞ്ഞ പോലെ ലിറ്ററൽ മീനിങ്ങും ഫിഗറേറ്റീവ് മീനിങ്ങും മനസ്സിലാക്കി ഇത് യോജിപ്പിച്ച് നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ് ആ ലാംഗ്വേജിനൊരു നല്ല ലൈഫ് ഉണ്ടാകുന്നത്. ഈ ഒരു ലിറ്ററൽ മീനിങ് കുറേ കാലം യൂസ് അങ്ങനെ ചെയ്ത് അവസാനം അതൊരു ഫിഗറേറ്റീവ് മീനിങ് ആയി വരുള്ളൂ. ഈ ലിറ്ററൽ മീനിങ്ങിനെ തന്നെ ഡോമിനേറ്റ് ചെയ്തിട്ട് ഈ ഫിഗറേറ്റീവ് മീനിങ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ അതിനെ നമ്മൾ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സിനിമയായിരുന്നു എന്ന് പറയും അല്ലേ? ഇപ്പോൾ ഈ അടിപൊളി എന്നുള്ളൊരു സംഭവം മാറി, ആ ഒരു ലിറ്ററൽ മീനിങ്ങിൽ നിന്ന് മാറി അത് കംപ്ലീറ്റ് ആയിട്ട് എന്തായി? ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജായി മാറി. ഇപ്പോൾ നമ്മളോട് ഒരാൾ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ ഫംഗ്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര അടിയും ബഹളവും ഒച്ചപ്പാടും വലിച്ചെറിയലും ഒന്നും ഉണ്ടായിരുന്നു, പൊളിക്കലൊന്നും ഉണ്ടായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ ഇതാണ് ഫോർമൽ, ഇൻഫോർമൽ, ലിറ്ററൽ, ഫിഗറേറ്റീവ് ലാംഗ്വേജുകളുടെ ഒരു ഉപയോഗവും അതിൻ്റെ പ്രാധാന്യവും. ഓക്കെ, അപ്പോൾ അപ്കമിങ് വീഡിയോസിൽ നമ്മൾ ഇതുപോലുള്ള ചെറിയ ക്ലാസ്സുകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ കേട്ട കാര്യങ്ങളിൽ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഫോർമൽ കോണ്ടെക്സ്റ്റും ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിലും നമ്മൾ ഉപയോഗിക്കുന്ന ചില വൊക്കാബുലറീസ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നു. വേറൊരു കാര്യം കൂടി പറയാം. ലെറ്റർ എഴുതാനൊക്കെ ചോദ്യങ്ങളുണ്ടാവും ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന്, ഇമെയിൽ എഴുതാനൊക്കെ. നമ്മളുടെ തന്നെ കോണ്ടെക്സ്റ്റിലൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ നമ്മളൊരു മലയാളി, നമ്മളൊരാൾക്ക് ഒരു എഴുത്ത് എഴുതുമ്പോൾ ഡിയർ ഫ്രണ്ട് എഴുതുകയാണ്, പ്രിയ സുഹൃത്തെ എന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ എഴുതുന്നത്. അല്ല, എങ്ങനെ എഴുതും? പേര് എഴുതും അല്ലേ? ഡിയർ ഫസ്റ്റ് നെയിം മാത്രമേ എഴുതൂ. അല്ലാതെ ഡിയർ പങ്കജാക്ഷി അമ്മ CK അങ്ങനെയുമല്ല എഴുതുന്നത് അല്ലേ? പേര് എഴുതും. ഇപ്പോൾ അല്ലെന്നാണ് ലെറ്റർ എഴുതണമെങ്കിൽ ഡിയർ അല്ലൻ, അത്രയും മാത്രമേ ഉള്ളൂ. അത് ആ ഇൻറ്റിമസിയാണ്. അപ്പോൾ നമ്മൾ ഡിയർ പങ്കജാക്ഷി അമ്മ CP എഴുതിയെങ്കിൽ പോയി അല്ലേ? അതുപോലെ തന്നെ ഡിയർ ഫ്രണ്ട് മലയാളത്തിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും. നമ്മളൊരാൾക്ക് ലെറ്റർ ചെയ്താണ് പ്രിയ സുഹൃത്തെ എന്ന് പറഞ്ഞിട്ട്, തുടക്കം തന്നെ പോയി അല്ലേ? തൃക്കണക്കി വെച്ചത് പൂച്ച കൊണ്ടുപോയി എന്ന് പറയും. വേറൊരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ് അത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു ചുരുക്കം. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്കമിങ് വീഡിയോസ് വാച്ച് ചെയ്യുക. Thank you for listening me. Thank you.